ഹായ്, ഇന്നത്തെ നമ്മുടെ ലെസൺ ഒരു ഗ്രാമർ ലെസൺ ആണ്. ഈ ചാനലിലെ വൺ ഓഫ് ദ വ്യൂവേഴ്സിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇന്നത്തെ ലെസൺ. സപ്പോസ് ടു എന്ന ഫ്രേസിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. എന്താണ് സപ്പോസ് ടു എന്ന ഫ്രേസിൻ്റെ യൂസസ് എന്ന് നോക്കുന്നതിന് മുൻപ് നമുക്ക് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നോക്കാം. ഫസ്റ്റ് നമുക്ക് സബ്ജക്റ്റ് ഉപയോഗിക്കണം. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ബി ഫോം ആണ്. പിന്നെ ഉപയോഗിക്കേണ്ടത് സപ്പോസ് ടു. അത് കഴിഞ്ഞാൽ V1 ഫോം ഓഫ് ദി വെർബ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് സബ്ജക്റ്റ്. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ആകാം. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, അങ്ങനെ സിംഗുലർ സബ്ജക്ട്സ്, പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആവാം. ഇനി അത് കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് ബി ഫോം ആണ്. ഈ ബി ഫോം ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് അനുസരിച്ചും പിന്നെ സെൻറ്റൻസിൻ്റെ ടെൻസ് അനുസരിച്ചുമാണ്. ഫോർ എക്സാമ്പിൾ, ഐ സബ്ജക്റ്റ് ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത് ആം എന്ന ബി ഫോം ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ടത് വാസ് എന്ന ബി ഫോം ആണ്. ഐ ആം സപ്പോസ് ടു ഡു. ഡു എന്ന് പറഞ്ഞാൽ V1 ഫോം ഓഫ് ദി വെർബ്, ചെയ്യുക. അതുപോലെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഐ വാസ് സപ്പോസ് ടു ഡു. സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ ബി ഫോം, അത് കഴിഞ്ഞ് സപ്പോസ് ടു എന്ന ഫ്രേസ്, അത് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് V1 ഫോം ഓഫ് ദി വെർബ്. അതുകൊണ്ടാണ് ഡു എന്ന് ഉപയോഗിച്ചത്. ഇപ്പം മനസ്സിലായല്ലോ. യു, വി, ദേ, അതുപോലെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത് ആർ എന്നാണ്. പാസ്റ്റ് ടെൻസിൽ വേർ എന്ന ബി ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. യു ആർ സപ്പോസ് ടു ഡു പ്രസൻറ്റ് ടെൻസിൽ. ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിലോ യു വേർ സപ്പോസ് ടു ഡു എന്ന് ഉപയോഗിക്കണം. ഹി, ഷീ, ഇറ്റ്, അതുപോലെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത് ഈസ് എന്ന ബി ഫോം ആണ്. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഉപയോഗിക്കേണ്ടത് വാസ് എന്ന ബി ഫോം ആണ്. ഹി ഈസ് സപ്പോസ് ടു ഡു പ്രസൻറ്റ് ടെൻസിൽ. ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിലോ ഹി വാസ് സപ്പോസ് ടു ഡു. ഇപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലായല്ലോ. ഇനി നമുക്ക് യൂസസ് നോക്കാം. ഡ്യൂട്ടി, കടമ, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, ഒബ്ലിഗേഷൻ, ബാധ്യത, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതിന് നമുക്ക് ഈ സപ്പോസ് ടു ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് സ്റ്റുഡൻസ് ഇരുന്ന് സംസാരിക്കുന്നു ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ. അപ്പോൾ ടീച്ചർക്ക് പറയാം, യു ആർ സപ്പോസ് ടു ലിസൺ ഹിയർ. ഇവിടെ കുട്ടികൾ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല. ക്ലാസ്സിൽ ശ്രദ്ധിക്കുക എന്നത് അവരുടെ ഡ്യൂട്ടിയാണ്. അത് ചെയ്യാതെ ടീച്ചർ കുട്ടികളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവരുടെ ഡ്യൂട്ടിയെ പറ്റി. അപ്പോൾ യു ആർ സപ്പോസ് ടു ലിസൺ ഹിയർ എന്ന് പറയാം. സപ്പോസ് ടു എന്ന ഒരു ഫ്രേസ് അവിടെ നമുക്ക് ഡ്യൂട്ടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അവിടെ സപ്പോസ് ടു ഉപയോഗിക്കുന്നത് യു മസ്റ്റ് ലിസൺ ഹിയർ അല്ലെങ്കിൽ യു ഹാവ് ടു ലിസൺ ഹിയർ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം 10 o'clock ആണ്. പക്ഷേ ഒരാൾ 10:30 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ നമുക്ക് പറയാം, യു ആർ സപ്പോസ് ടു ബി ഹിയർ അറ്റ് 10 o'clock. വേർ സപ്പോസ് ടു, അവിടെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. വേർ എന്ന ബി ഫോം ഉപയോഗിച്ചു. കാരണം മീറ്റിങ്ങിൽ ലേറ്റായി. അപ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, യു വേർ, നിങ്ങൾ ഇവിടെ വരേണ്ടിയിരുന്നത് 10 o'clock എന്ന്. ഫ്യൂച്ചർ ടെൻസിലും ഈ ഒരു സപ്പോസ് ടു എന്നതിൻ്റെ ഉപയോഗം ഉണ്ട്. ആ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഐ ആം സപ്പോസ് ടു ഗിവ് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ് നെക്സ്റ്റ് വീക്ക്. എനിക്ക് നെക്സ്റ്റ് വീക്കിൽ ഒരു മീറ്റിങ്ങിൽ ഒരു സ്പീച്ച് നടത്താനുണ്ട്. അത് നെക്സ്റ്റ് വീക്കിലാണ്. ഫ്യൂച്ചർ ടെൻസിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ആം സപ്പോസ് ടു. ആം എന്ന ബി ഫോം തന്നെയാണ്. ഇനി നമുക്ക് സപ്പോസ് ടു എന്ന ഫ്രേസിൻ്റെ നെഗറ്റീവ് ഫോം. യു ആർ നോട്ട് സപ്പോസ് ടു സ്മോക്ക് ഇൻ ഹിയർ. യു ആർ നോട്ട് സപ്പോസ് ടു. നോട്ട് എന്ന ഒരു വേർഡ് അവിടെ ആഡ് ചെയ്തു നമ്മൾ ആ സെൻറ്റൻസിന് നെഗറ്റീവ് ഫോമാക്കി മാറ്റി. അതായത് ഇവിടെ നിങ്ങൾ സ്മോക്ക് ചെയ്യാൻ, നിങ്ങൾ പുകവലിക്കാൻ നിങ്ങൾക്ക് പാടില്ല എന്നത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അവിടെയും. അത് അനുവദനീയമല്ല. അതുപോലെ തന്നെ നമ്മൾ സൂവിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ആനിമൽസിന് പോപ്കോണൊക്കെ വന്ന് കാണാൻ വരുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്, പോപ്കോണൊക്കെ ആനിമൽസിന് ഇട്ട് കൊടുക്കും, മങ്കീസിനൊക്കെ. പക്ഷേ അത് സൂവിൽ അനുവദനീയമല്ല. വി ആർ നോട്ട് സപ്പോസ് ടു ഫീഡ് ദ അനിമൽസ് ഇൻ ദ സൂ. അവിടെ നമുക്ക് സപ്പോസ് ടു എന്ന ഒരു ഫ്രേസ് ഉപയോഗിക്കാം. ഇനി സപ്പോസ് ടു ക്വസ്റ്റ്യൻ ഫോമിൽ ഉപയോഗിക്കാം. വെൻ ആർ വി സപ്പോസ് ടു സബ്മിറ്റ് ദിസ് ഫോം? ഈ ഫോം എപ്പോഴാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് അവിടെ നമ്മൾ മീൻ ചെയ്യുന്നത് വെൻ ഡു വി നീഡ് ടു സബ്മിറ്റ് ദിസ് ഫോം എന്നാണ്. അവിടെയും സപ്പോസ് ടു നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വെൻ പീപ്പിൾ ആർ അനോയ്ഡ് ഓർ ഇറിറ്റേറ്റഡ്,
ചില സമയത്ത് നമുക്ക് ദേഷ്യം തോന്നും. ചില ആളുകൾ നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മളതിന് റെസ്പോണ്ട് ചെയ്യുമ്പോഴും നമുക്കിത് ഉപയോഗിക്കാം. ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മുടെ ഒരു സഹപ്രവർത്തകയോ പ്രിൻ്ററൊക്കെ ഇരിക്കുന്ന റൂമിൽ ചെന്ന് പ്രിൻ്റ് എടുക്കാൻ നോക്കുന്നു. പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നില്ല, പ്രിൻ്റർ വർക്ക് ചെയ്യുന്നില്ല. ഉടനെ നമ്മളോട് വന്നിട്ട് എപ്പോൾ നോക്കിയാലും ഈ പ്രിൻ്റർ വർക്ക് ചെയ്യില്ല, എനിക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വല്ലാതെ സംസാരിക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആവും. നമ്മൾ വിചാരിക്കുക എന്തുകൊണ്ട് ഇത് എന്നോട് പറയുന്നു, കാരണം നമ്മളല്ല അത് ചെയ്യേണ്ട ആൾ. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, സാധാരണ നമ്മൾ ചോദിക്കാറുള്ളൊരു കാര്യമാണ്, എന്താ എന്നോടിത് പറയുന്നത്, ഞാനെന്ത് ചെയ്യാനാ, അതെങ്ങനെയാണ് പറയുക, വാട്ട് ആം ഐ സപ്പോസ് ടു ഡു, ഞാൻ എന്ത് ചെയ്യാനാ, എന്നോടെന്താ പറയുന്നത്, ഇത് എൻ്റെ ഫോൾട്ടാണോ, ഇതൊക്കെ ചോദിക്കില്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സപ്പോസ് ടു എന്നത് സപ്പോസ്ഡ് എന്ന് തന്നെയുണ്ട്. അവിടെ ഒരു ഡി എന്ന ലെറ്റർ ഉണ്ട്. പലപ്പോഴും നമ്മൾ പറയുമ്പോൾ അത് നാച്ചുറലി അത് ഡ്രോപ്പായി പോകുന്നതാണ്, പക്ഷേ അവിടെ സപ്പോസ്ഡ് ടു എന്ന് തന്നെയാണ്. ഇനി സപ്പോസ് ടു എന്ന ഫ്രേസിൻ്റെ വേറൊരു യൂസ് ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ പേർപ്പസ്, ചില ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളൊക്കെ പറയുന്നതിന്, ചില ഉദ്ദേശത്തിന് വേണ്ടി ചില വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻകം ടാക്സ് പേയ്മെൻറ്റ്, അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ദ വെബ്സൈറ്റ് ഈസ് സപ്പോസ് ടു മേക്ക് ഇൻകം ടാക്സ് പേയ്മെൻറ്റ്. ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻകം ടാക്സ് പേയ്മെൻറ്റിന് വേണ്ടിയാണ്. അതല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻറ്റൻഷൻ, അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ് എന്നാണ് പറയുന്നത്, അവിടെ ഒരു ഡ്യൂട്ടി അല്ല. അങ്ങനെയും നമുക്ക് സപ്പോസ് ടു ഉപയോഗിക്കാം. ഇനി വേറൊരു യൂസ് എക്സ്പെക്റ്റേഷൻസ് ഓർ അറേഞ്ച്മെൻറ്റ്സ്. എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രതീക്ഷ. വാട്ട് ആം ഐ സപ്പോസ് ടു റൈറ്റ് ഇൻ ദിസ് കവറിംഗ് ലെറ്റർ, ഈ ഒരു കവറിംഗ് ലെറ്ററിൽ ഞാൻ എന്താണ് എഴുതേണ്ടത്, വാട്ട് ആം ഐ എക്സ്പെക്റ്റഡ് ടു റൈറ്റ് എന്നാണ്, നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് ഞാനിവിടെ എഴുതേണ്ടത്, അവിടെയും നമുക്ക് സപ്പോസ് ടു ഉപയോഗിക്കാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. ദ മാച്ച് വാസ് സപ്പോസ് ടു സ്റ്റാർട്ട് അറ്റ് 5 PM. ആ മാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 5 PM അതായിരുന്നു എക്സ്പെക്റ്റേഷൻ, അതായിരുന്നു പ്രതീക്ഷ. ബട്ട് ഇറ്റ് വാസ് ഡിലേഡ് ഡ്യൂ ടു റെയിൻ. മഴ കാരണം അത് ഡിലേ ആയി. അപ്പോൾ ഒരു പാസ്റ്റ് ആക്ഷനാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. മഴ കാരണം ഡിലേ ആയിപ്പോയി, അത് തുടങ്ങേണ്ടിയിരുന്നത് 5 PM. ദ മാച്ച് വാസ് സപ്പോസ് ടു സ്റ്റാർട്ട് അറ്റ് 5 PM. അവിടെ സപ്പോസ് ടു ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരുന്നത് എന്ന് കാണിക്കാനാണ് അവിടെ സപ്പോസ്ഡ് ടു ഉപയോഗിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇറ്റ് വാസ് നോട്ട് സപ്പോസ് ടു റെയിൻ ടുഡേ. ഇന്ന് ശരിക്കും മഴ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതല്ല, അതുകൊണ്ടാണ് അവിടെ സപ്പോസ് ടു എന്ന് ഉപയോഗിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. കാരണം വെതർ ഫോർകാസ്റ്റ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്ന് മഴ പെയ്യില്ല, ഇന്ന് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്, സണ്ണി ആയിട്ടുള്ള ഡേ ആണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് മഴ പെയ്യുന്നു. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് വാസ് നോട്ട് സപ്പോസ് ടു റെയിൻ ടുഡേ. കാരണം വെതറിൻ്റെ ആ ഒരു പ്രഡിക്ഷൻസൊക്കെ അനുസരിച്ച് മഴ പെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷേ മഴ പെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു സപ്പോസ് ടു അവിടെ ഉപയോഗിക്കാം. ഇനി വേറൊരു യൂസ് പോപ്പുലർ ബിലീവ്സ്. എല്ലാവരും പൊതുവെ ജനങ്ങളെല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു, അപ്പോൾ അവർ ചോദിക്കുകയാണ് ഒരു മൂവി കാണണം, ഏതാണ് നല്ല തിയേറ്റർ എന്ന്. അപ്പോൾ നമ്മൾ പോയിട്ടില്ല തിയേറ്ററിലൊന്നും ഇല്ല, എങ്കിലും നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് പറയാം ABC തിയേറ്റർ ഈസ് സപ്പോസ് ടു ബി ദ ബെസ്റ്റ് തിയേറ്റർ ഇൻ ദ ടൗൺ. ഈ ടൗണിലെ ബെസ്റ്റ് തിയേറ്റർ എന്ന് പറയപ്പെടുന്നത് ABC തിയേറ്ററാണ്. കാരണം നമ്മൾക്ക് അറിയില്ല, പക്ഷേ ആളുകൾ പറയുന്നത് അങ്ങനെയാണ് എന്നാണ് അവിടെ ഒരു പോപ്പുലർ ബിലീഫ്. അത് പറയുമ്പോഴും നമുക്ക് സപ്പോസ് ടു ഉപയോഗിക്കാം. പിന്നെ വേറൊരു യൂസ്, നമ്മൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, നിരാശ തോന്നുന്നു, നമുക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നു, അപ്പോഴും നമുക്കിത് ഉപയോഗിക്കാം. നമ്മൾ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ നമുക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, നമുക്ക് ഒട്ടും ഇഷ്ടമായില്ല ഫുഡ്. അപ്പോഴും നമ്മൾ ആദ്യമായി ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നത് എന്ന് കരുതുക. നമ്മൾക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്, അത് നല്ല ഫുഡല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഇറ്റ്സ് സപ്പോസ് ടു ബി ദ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ ദ ടൗൺ. ഇതാണോ? അതായത് നമ്മൾക്കൊരു ബാഡ് എക്സ്പീരിയൻസ്, നമ്മൾ കേട്ടിരുന്നേക്കാളും നമുക്ക് എക്സ്പീരിയൻസ് വന്നപ്പോൾ അതല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വളരെ നിരാശയോടുകൂടി പറയുന്നതാണ്. അവിടെയും സപ്പോസ് ടു ഉപയോഗിക്കാം. ഇപ്പോൾ സപ്പോസ് ടു എന്ന ഒരു ഫ്രേസിൻ്റെ ഉപയോഗം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി 1 ക്വസ്റ്റ്യൻ. സപ്പോസ് ടു
എന്ന ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ എഴുതണം.